ഹലോ എവരിവൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം മൈനർ കോഴ്സ് ആയിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടിംഗ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്തിലെ 4ാമത്തെ മൊഡ്യൂളാണ്. ഇതിൽ ആദ്യത്തെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എഡിറ്റിംഗ് എന്നുള്ളതാണ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക്കേഷന് വേണ്ടിയിട്ട് വാർത്തകൾ സെലക്ട് ചെയ്യുക, അത് പ്രിപ്പയർ ചെയ്യുക, അത് റിഫൈൻ ചെയ്യുക എന്ന് പറയുന്ന ഡ്യൂട്ടീനെയാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ഈ എഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ അത് അക്യുറേറ്റ് ആണെന്നുള്ളത്, അക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്യുറേറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമാണ് എന്നുള്ളതാണ്. കൃത്യമാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും, അതിന്റെ ക്ലാരിറ്റി ചെക്ക് ചെയ്യും, കൺസിസ്റ്റൻസി, അതായത് ഒരു പത്രം എല്ലാ സമയവും ഒരുപോലെയുള്ള വാക്കുകളാണ്, ഒരുപോലെയുള്ള വാർത്തകളാണ് കൊടുക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യും. എത്തിക്കൽ സ്റ്റാൻഡേർഡുകൾ ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യും, അതായത് ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്ന ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, എഡിറ്റിംഗ് എന്ന് വിളിക്കാറുള്ളത്. ഈ എഡിറ്റിങ്ങിന് നമുക്ക് പല കാറ്റഗറികളായിട്ടും തരംതിരിക്കാം. അതിൽ ഒന്നാമതാണ് സബ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. സബ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ് എഡിറ്ററുടെ കീഴിൽ അതിന്റെ സ്പെല്ലിംഗ്, ഗ്രാമർ, പങ്ക്ച്വേഷൻസ്, സിൻടാക്സുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമാണോ എന്ന് പരിശോധിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് സബ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ സ്പെല്ലിംഗ്, ഹൈപ്പൻറ്റേഷൻസ്, ന്യൂമറൽസ്, ഫോണ്ടുകൾ, ക്യാപിറ്റലൈസേഷൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, കൃത്യമായിട്ട് പരിശോധിക്കുകയും തെറ്റുള്ള കാര്യങ്ങൾ തിരുത്തുകയും ചെയ്യും. ഓക്കെ, അത് മാത്രമല്ല സ്റ്റേറ്റ്മെന്റുകളിൽ അല്ലെങ്കിൽ പാസേജുകളിൽ സ്റ്റേറ്റ്മെന്റുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യപ്പെടുന്നു തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് സബ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അത് വാക്കുകളുടെ കൃത്യത, അതിൽ വാക്കുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ട്, ഗ്രാമറുകളിൽ മിസ്റ്റേക്കുകളുണ്ട്, പങ്ക്ച്വേഷനിൽ, സ്പെല്ലിങ്ങുകളിൽ മിസ്റ്റേക്കുകളുണ്ട്, ന്യൂമറൽസ് കൊടുത്തുള്ള മിസ്റ്റേക്കുകളുണ്ട്, ഫോണ്ടുകൾ ഉപയോഗിച്ചുള്ള മിസ്റ്റേക്കുകളുണ്ട്. ഇങ്ങനെ എല്ലാ മിസ്റ്റേക്കുകളും ഒഴിവാക്കപ്പെടുന്ന അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേജ് ആണ് സബ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. സബ് എഡിറ്റിംഗ് നടത്തുന്ന വ്യക്തിയാണ് സബ് എഡിറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എഡിറ്റിംഗ് ആണ് ലൈൻ എഡിറ്റിംഗ് എന്ന് പറയും. ലൈൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്രിയേറ്റീവ് കണ്ടന്റ് അല്ലെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈല് അല്ലെങ്കിൽ ഒരു സെന്റൻസിന്റെ അല്ലെങ്കിൽ പാരഗ്രാഫ് ലെവലിൽ വരുന്ന ലാംഗ്വേജ് ഉപയോഗിക്കുന്ന രീതി, അതൊക്കെ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു എഡിറ്റിംഗ് ആണ് ലൈൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ ലൈൻ എഡിറ്റിംഗിൽ ഒരിക്കലും എറേഴ്സുകൾ, തെറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്യുകയല്ല ലൈൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ഒരു റീഡറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ലാംഗ്വേജുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള എഡിറ്റിങ്ങിനെയാണ് ലൈൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഏത് ലാംഗ്വേജുകൾ ഉപയോഗിച്ചിട്ട് ഏത് രീതിയിലായിരിക്കണം നമ്മളൊരു വാർത്ത പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ള എഡിറ്റിങ്ങിനെയാണ് ലൈൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ലൈൻ എഡിറ്റിംഗിൽ ലാംഗ്വേജ് ക്ലിയർ ആയിട്ടും അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ആളുകൾക്ക് റീഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഈസിലി അണ്ടർസ്റ്റുഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു എഡിറ്റിംഗ് ആണ് എന്തെന്ന് പറയുന്നത് ലൈൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ക്രിയേറ്റീവ് എഡിറ്റിംഗ് എന്നുള്ളതാണ്. ക്രിയേറ്റീവ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഫോട്ടോഗ്രാഫ്സ്, ഹെഡ്ലൈൻസ്, ഇൻഫോഗ്രാഫിക്സ് ആൻഡ് other graphic elements to appeal to the readers and also they grab their attention എന്നുള്ളതാണ്. അതായത് ഒരു പത്രത്തിൽ അല്ലെങ്കിൽ ഒരു വാർത്തയിൽ കൃത്യമായിട്ട് ഫോട്ടോഗ്രാഫ്സുകൾ, ഹെഡ്ലൈനുകൾ, ഇൻഫോഗ്രാഫിക്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്രാഫിക്കൽ ആയിട്ടുള്ള എലമെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വായനക്കാരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എഡിറ്റിങ്ങിനെയാണ് ക്രിയേറ്റീവ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വിഷ്വലി റിച്ച് ആയിട്ടുള്ള ഒരു മീഡിയയാണ്. കാരണം കോമ്പറ്റീഷൻസ് ഇങ്ങനെ കൂടി വരികയാണ്, പുതിയ നല്ല രീതിയിലുള്ള ഇമേജുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, പുതിയ ഡിസൈനുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഒരു ക്രിയേറ്റീവ് എഡിറ്റിങ്ങിന്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ആൻഡ് അടുത്തതാണ് എന്തെന്ന് പറയുന്നത് ഡിസൈനിങ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്, ഡിസൈൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ന്യൂസ് പേപ്പറിന്റെ പേജുകൾ എഡിറ്റോറിയൽ ആൻഡ് ഗ്രാഫിക്കൽ ഗൈഡ് ലൈൻ അനുസരിച്ചുകൊണ്ട് അവരുടെ ഗോൾ അനുസരിച്ചുകൊണ്ട് അറേഞ്ച് ചെയ്യുന്ന എഡിറ്റിങ്ങിനെയാണ് ഡിസൈൻ എഡിറ്റിംഗ് എന്ന് പറയാം. അതായത് ഓരോ പത്രങ്ങൾക്കും ഓരോ എഡിറ്റോറിയൽ പോളിസികൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ പത്രങ്ങൾക്കും ഗ്രാഫിക്കൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ ഉണ്ടായിരിക്കും. അത് എഡിറ്റോറിയൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വാർത്തകൾ എങ്ങനെയാണ് നൽകേണ്ടത്, ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യങ്ങൾ നൽകേണ്ടത്, എന്തെല്ലാം വാർത്തകളാണ് നൽകേണ്ടത്, എന്തെല്ലാം വാർത്തകളാണ് നൽകാൻ പാടില്ലാത്തത് തുടങ്ങിയുള്ള ഒരു പത്രത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് എഡിറ്റോറിയൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഗ്രാഫിക്കൽ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞു
പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഗ്രാഫിക്കൽ ഗൈഡ് ലൈൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസം ഒരു പത്രത്തിൽ നിരവധി വാർത്തകൾ വരും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്തകളായിരിക്കും ഫ്രണ്ട് പേജിൽ വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഓരോ വാർത്തകളും കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ അറേഞ്ച് ചെയ്ത് വെക്കുന്ന എഡിറ്റിങ്ങിനെയാണ് ഡിസൈൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഡിസൈൻ എഡിറ്റിംഗിൽ ബാലൻസ്ഡ് ആയിരിക്കണം, അതുപോലെ തന്നെ റീഡബിലിറ്റി വേണം. അതായത് കൃത്യമായിട്ട് വായിക്കാനുള്ള, അതായത് ആളുകൾക്ക് പെട്ടെന്ന് വായിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഇതിന്റെ ഗ്രാഫിക്കൽ ഡിസൈനുകൾ കൊടുക്കേണ്ടത്, ലേഔട്ടുകൾ കൊടുക്കേണ്ടത്, പേജിനേഷൻസ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ആണ് കമ്പല്ലിംഗ് ന്യൂസ് സ്റ്റോറീസ് എന്ന് പറയും. കമ്പല്ലിംഗ് ന്യൂസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർത്തകൾ കളക്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, സിന്തസൈസ് ചെയ്യുക, അതായത് വേരിയസ് സോഴ്സുകളിൽ നിന്നും എന്ത് ചെയ്യുക, വാർത്തകൾ ശേഖരിക്കുന്ന ഒരു കാര്യത്തിനെയാണ് എന്തെന്ന് വിളിക്കുക, കമ്പല്ലിംഗ് ന്യൂസ് സ്റ്റോറീസ് എന്ന് വിളിക്കുക. വിവിധ സോഴ്സുകളിൽ നിന്ന് നമുക്ക് വാർത്തകൾ ലഭിക്കുമ്പോൾ, അതായത് ഒരു ന്യൂസ് പേപ്പറിന് വിവിധ സോഴ്സുകളിൽ നിന്ന് വാർത്തകൾ ലഭിക്കും. ആ വാർത്തകൾ ലഭിക്കുന്ന സമയത്ത് ഈ ഒരു കമ്പല്ലിംഗ് ന്യൂസ് സ്റ്റോറി എന്ന് പറയുന്ന ഈ പ്രോസസ്സിൽ അത് ഒരു ഫൈനൽ കോപ്പി അക്യുറേറ്റ് ആണെന്ന്, ബാലൻസ്ഡ് ആണെന്ന്, എൻഗേജിങ് ആണെന്നൊക്കെ അവരെന്ത് ചെയ്യും, ഫൈനലായിട്ട് ഇവര് ഡിസിഷൻ മേക്ക് ചെയ്യും. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു കമ്പല്ലിംഗ് ന്യൂസ് സ്റ്റോറീസിൽ പെടുന്നത്, ഇമ്പോർട്ടന്റ് സ്റ്റെപ്പുകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ പോയിന്റ് ഗാദറിംഗ് ഇൻഫർമേഷൻസ് എന്നുള്ളതാണ്. ഗാദറിംഗ് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടുകൾ, ഒരു പത്രത്തിന് റിപ്പോർട്ടുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കും. ജേർണലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് ലഭിക്കും, ന്യൂസ് ഏജൻസികളുടെ കയ്യിൽ നിന്ന് ലഭിക്കും, പ്രസ് റിലീസുകളായിട്ട് ലഭിക്കും, ഇന്റർവ്യൂ ആയിട്ട് ലഭിക്കും, സോഷ്യൽ മീഡിയ അപ്ഡേറ്റുകളായിട്ട്, ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റുകളായിട്ട്, അതായത് ഗവൺമെന്റ് ഒഫീഷ്യൽസിൽ നിന്നും ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റുകളായിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ ലഭ്യമാവും. അപ്പോൾ അങ്ങനെ പല രീതികളിൽ നിന്നും നമുക്ക് ഇൻഫർമേഷൻസ് സ്വീകരിക്കാം. ഉദാഹരണത്തിന് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ നടക്കുകയാണ്, ഒരു ജേർണലിസ്റ്റിന് എന്ത് ചെയ്യാം, ഒരു സർവൈവേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ഇന്റർവ്യൂ കളക്ട് ചെയ്യാം, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യാം, ഐ വിറ്റ്നസ്സുകളായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാം, വെതർ ഫോർകാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, അതായത് കാലാവസ്ഥ നിരീക്ഷകരുണ്ടായിരിക്കും, ഇവരുടെ കയ്യിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാം. അങ്ങനെ ഇഷ്ടമുള്ള ആളുകളുടെ കയ്യിൽ നിന്നും നമുക്ക് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഐഡന്റിഫൈങ് കീ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഐഡന്റിഫൈങ് കീ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർത്തയുടെ പ്രധാനപ്പെട്ട 5W1H, അതായത് ഹൂ, വാട്ട്, വെൻ, വേർ, വൈ, ഹൗ എന്ന് പറയുന്ന 5W1H എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ സ്റ്റോറിയുടെ ആംഗിൾ മനസ്സിലാക്കുകയും അതിന്റെ റെലവൻസുകളും ക്ലാരിറ്റി മനസ്സിലാക്കുകയും ചെയ്യണം. അതായത് എത്രത്തോളം റെലവെന്റ് ആണ്, വാർത്താ പ്രാതിനിധ്യമുണ്ട്, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ വാർത്ത എന്നുള്ളത് മനസ്സിലാക്കണം, ഏത് ആംഗിളിൽ നിന്നാണ് ഈ വാർത്തകൾ പറയേണ്ടത് എന്ന് മനസ്സിലാക്കണം, ഈ വാർത്തയുടെ ക്ലാരിറ്റിയെ കുറിച്ച് മനസ്സിലാക്കണം. ഓക്കെ, ആ ഒരു സ്റ്റേജ് ആണ് ഐഡന്റിഫൈ കീ എലമെന്റ്സുകൾ എന്ന് പറയുന്നത്. അടുത്തത് ഓർഗനൈസിങ് കണ്ടന്റ് എന്നുള്ളതാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യുന്നു, നേരത്തെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നു, നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് ഇൻഫർമേഷൻസ് കിട്ടി. രണ്ടാമത്തെ ഐഡന്റിഫൈങ് കീ എലമെന്റ്സ്, നമ്മൾ പ്രധാനപ്പെട്ട 5W1H എന്ന് പറയുന്ന കീ എലമെന്റ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അടുത്തത് ഓർഗനൈസിങ് കണ്ടന്റ് എന്നുള്ളതാണ്. ഓർഗനൈസിങ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, വാർത്തകൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക, ലീഡ് എന്താണെന്നുള്ള എഴുതുക, ബോഡി എന്താണെന്നുള്ള എഴുതുക, കൺക്ലൂഷൻ എന്താണെന്നുള്ള എഴുതുക. ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന ഡീറ്റെയിൽസുകളാണ് ലീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നൽകാറുള്ളത്. ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലീഡുമായി സംബന്ധിക്കുന്ന സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻസിനെയാണ്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ്, കോണ്ടെക്സ്റ്റുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ബോഡി എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തതാണ് സി എന്ന് പറയുന്ന കൺക്ലൂഷൻ, അതായത് നമ്മൾ സമ്മറൈസ് ചെയ്ത് എഴുതുക. അങ്ങനെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്, സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പാണ് എൻഷുറിംഗ് ബാലൻസ് ആൻഡ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ വാർത്തകൾ തയ്യാറാക്കുമ്പോൾ ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ബയാസ്ഡ് അല്ലാതെയാണ് വാർത്തകൾ തയ്യാറാക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അതായത് ഒരു വ്യക്തിയെയോ ഒരു സ്ഥാപനത്തിനെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ ഒരിക്കലും നമ്മൾ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. അതാണ് എൻഷുറിംഗ് ബാലൻസ് ആൻഡ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആട്രിബ്യൂഷൻസ് നൽകണം. ആട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ വെബ്സൈറ്റുകളിൽ നിന്നാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുള്ളത്, അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മളെ സ്റ്റോറികളിൽ അല്ലെങ്കിൽ നമ്മളെ വാർത്തകളിൽ അത് റിവീൽ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസ് നമ്മൾ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള വാർത്തകൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും 2 സ്റ്റേറ്റ്മെന്റുകൾ നൽകണം. ഒന്ന് റൂളിംഗ് പാർട്ടിയുടേതായിരിക്കണം, ഭരണപക്ഷത്തിൻ്റെതായിരിക്കണം. രണ്ടാമത്തെ ഒപ്പോസിഷൻ പാർട്ടി, പ്രതിപക്ഷത്തിൻ്റെതായിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ ഒരു വാർത്ത ബാലൻസ്ഡ് ആയിരിക്കുള്ളൂ, ഒബ്ജക്ടിവിറ്റി ഉണ്ടായിരിക്കുകയുള്ളൂ.
ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് ആണ് ഫാക്ട് ചെക്കിംഗ് എന്ന് പറയുന്നത്. അതായത് വെരിഫൈ ദ ഫാക്ട്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്, ആ വിവരങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. സ്റ്റാറ്റിസ്റ്റിക്സുകൾ വെരിഫൈ ചെയ്യണം, കോട്ടുകൾ വെരിഫൈ ചെയ്യണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും ക്രോസ് റെഫറൻസിങ് നടത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും 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 പരിശോധിച്ചുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ശരി തന്നെയാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്പേഴ്സ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഒക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഒരു ദുരന്തം നടന്ന, നാച്ചുറൽ ഡിസാസ്റ്റർ നടന്നു എന്ന് കരുതുക, അതിൽ കുറെ ആളുകൾക്ക് കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ കുറെ ആളുകൾക്ക് അപകടങ്ങൾ പറ്റിയിട്ടുണ്ടായിരിക്കാം മേ ബി. അപ്പൊ എത്രത്തോളം ആളുകളാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ കണക്കെടുക്കണം. ഒരിക്കലും തെറ്റിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിവരങ്ങൾ നൽകാൻ പാടില്ല. അപ്പൊ ഫാക്ട് ചെക്ക് ചെയ്യണം. ആൻഡ് സിക്സ്ത് സ്റ്റെപ്പാണ് ഫോർമാറ്റിംഗ് ഫോർ ദ മീഡിയം എന്ന് പറയുന്നത്. അതായത് മേ ബി നമ്മൾ പ്രിന്റ് മീഡിയക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ, റേഡിയോ, ടെലിവിഷൻ, അങ്ങനെ ഏതെങ്കിലും ഒരു മീഡിയക്ക് വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ വാർത്തകൾ തയ്യാറാക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് വാർത്തകൾ എഴുതുക. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് ഓൺലൈൻ സ്റ്റോറീസ് ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ബുള്ളറ്റ് പോയിന്റ്സുകൾ കൊടുക്കണം, മൾട്ടിമീഡിയ എലമെന്റ്സുകൾ നൽകണം. ഉദാഹരണത്തിന് വീഡിയോസ്, ഇൻഫോഗ്രാഫിക്സ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. അതാണ് ഫോർമാറ്റിംഗ് ഫോർ ദ മീഡിയം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ലഭിച്ചിട്ടുള്ള വാർത്തകളെല്ലാം ഏത് മീഡിയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനനുസരിച്ചാക്കിയിട്ട് നമ്മൾ മാറ്റി തയ്യാറാക്കുക, എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അടുത്ത ടോപ്പിക്കാണ് പ്രിൻസിപ്പൾസ് ഓഫ് എഡിറ്റിംഗ് ഇൻ എ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസുകൾ ഒരു അക്യുറേറ്റ് ആണ്, ക്ലിയർ ആണ്, എൻഗേജിങ് ആണ്, ജേർണലിസ്റ്റിക്കിന്റെ എല്ലാ എത്തിക്സുകളും കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസിനെയാണ്, പ്രധാനപ്പെട്ട ഒരു ചുമതലകൾ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, പ്രിൻസിപ്പൾസ് ഓഫ് എഡിറ്റിംഗ് ഇൻ എ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റീഡേഴ്സിന് ഹൈ ക്വാളിറ്റി കണ്ടന്റുകൾ, നല്ല കണ്ടന്റുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട്, നല്ല വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഒരു എഡിറ്റിങ്ങിന് നമ്മൾ പ്രിൻസിപ്പൾസ് വെക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ്, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ അക്യുറസി എന്നുള്ളതാണ്. അക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിരിക്കണം എന്നുള്ളതാണ്. മിസ് ഇൻഫർമേഷൻസ് അത് ന്യൂസ് പേപ്പേഴ്സിന്റെ ക്രെഡിബിലിറ്റിയെ, വിശ്വാസയോഗ്യതയെ എന്ത് ചെയ്യാം, ഡാമേജ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യത നഷ്ടമാവാൻ ചാൻസുകളുണ്ട്. അതുകൊണ്ട് വെരിഫൈ ഫാക്റ്റുകൾ വെരിഫൈ ചെയ്യണം. നെയിം, ഡേറ്റുകൾ, കോഡ്സുകൾ, ഫിഗേഴ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം. അതായത് കുറെ സോഴ്സുകളിൽ നിന്ന് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വാർത്തകൾ നൽകാൻ പാടുള്ളൂ. അത് കൃത്യമായിരിക്കണം എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, അക്യുറസി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലാരിറ്റി ആണ്. ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡേഴ്സിന് എന്ത് ചെയ്യണം, ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ വാർത്തകൾ എഴുതേണ്ടത്. അതുപോലെ തന്നെ സിംപ്ലിഫൈ കോംപ്ലക്സ് ലാംഗ്വേജ്, അതായത് വളരെ ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജുകളൊക്കെ സിംപ്ലിഫൈ ചെയ്യുക, ജാർഗൻസ് എലിമിനേറ്റ് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഈ ക്ലാരിറ്റി എന്ന് പറയുന്ന സ്റ്റേജിൽ വേണം. ജാർഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ലാംഗ്വേജുകളാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. തേർഡ് പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ബ്രെവിറ്റി എന്ന് പറയുന്നത്. അതായത് ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്പേസുകൾ കുറവായിരിക്കും. റീഡേഴ്സ് പൊതുവെ കൺസൈസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, വളരെ ഷോർട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് റിമൂവ് അൺനെസസറി ഡീറ്റെയിൽസ്, അതായത് അനാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് വളരെ കൺസൈസ് ആയിട്ടുള്ള, വളരെ ഷോർട്ട് ആയിട്ടുള്ള, എന്നാൽ ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസുകൾ അടങ്ങിയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൈമാറണം. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ബ്രെവിറ്റി എന്ന് പറയുന്നത്. അതായത് കീ ഫാക്റ്റുകളിൽ നിന്ന് അൺനെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് വാർത്തകൾ തയ്യാറാക്കണം. ആൻഡ് നാലാമത്തെ പോയിന്റ് ആണ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടിങ്ങിന്റെ സമയത്ത് നമ്മൾ ബയാസ്ഡ് അല്ല എന്ന് ഉറപ്പിക്കണം, പാർഷ്യൽ അല്ല എന്ന് ഉറപ്പിക്കണം. അതായത് ഒരു വ്യക്തിയെയോ ഒരു സ്ഥാപനത്തിനെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ പിന്തുണച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരെ പിന്തുണച്ചിട്ടാണ് നമ്മൾ വാർത്തകൾ തയ്യാറാക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം, അൺബയാസ്ഡ് ആയിട്ടുള്ള, ഇംപാർഷ്യൽ ആയിട്ടുള്ള വാർത്തകളായിരിക്കണം നമ്മൾ നൽകേണ്ടത്. അപ്പൊ പേഴ്സണൽ ഒപ്പീനിയൻസും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, വാർത്തകൾ നൽകാൻ പാടില്ല. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഒബ്ജക്ടിവിറ്റി. അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവില്, വിവിധ തരത്തിലുള്ള കാഴ്ചപ്പാടുകളിൽ നിന്നും വാർത്തകൾ തയ്യാറാക്കണം. അടുത്തത് അഞ്ചാമത്താണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രം അതിന്റെ വാർത്തകൾ എഴുതുന്ന ടോണ്, സ്റ്റൈലുകൾ, പബ്ലിക്കേഷന്റെ ഫോർമാറ്റിംഗ്, എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആക്കുന്നതിന്
വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതിന് ഗൈഡ് ലൈൻസുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്റ്റൈൽ ഗൈഡുകൾ ഉണ്ടായിരിക്കും. സ്പെല്ലിംഗ് എങ്ങനെയാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ സ്പെല്ലിംഗ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, പങ്ക്ച്വേഷൻസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അബ്രിവേഷൻസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുല്യമാക്കുക. എല്ലാ സമയത്തും ഒരുപോലെ ഉപയോഗിക്കുക. അതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ആറാമത്തെ പോയിന്റ് ആണ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കണം എന്നുള്ളതാണ്. പബ്ലിക്കിന്റെ ജേർണലിസത്തിന്റെ ഇന്റഗ്രിറ്റിയും പബ്ലിക്കിന്റെ ട്രസ്റ്റും നമ്മൾ എല്ലാ സമയത്തും ഉയർത്തിപ്പിടിക്കണം. ഒരു കാരണവശാലും സെൻസേഷണലിസം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാർത്തയെ പൊലിപ്പിച്ച് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള രീതിയിൽ എഴുതിക്കൊണ്ട് നമ്മൾ ഒരിക്കലും വാർത്തകൾ എഴുതാൻ പാടില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് മലയാളത്തിലെ മികച്ച നടനായിട്ടുള്ള മമ്മൂട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് എന്നുള്ള രീതിയിൽ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ന്യൂസ് ചാനൽ, ഓൺലൈൻ ചാനൽ വാർത്തകൾ നൽകുകയും പിന്നീട് ഒഫീഷ്യലായിട്ട് മമ്മൂട്ടിക്ക് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളില്ല എന്നുള്ള ഒരു വാർത്തകൾ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർത്തയെ കൂടുതലായിട്ട് പൊലിപ്പിച്ച് എഴുതുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു വാർത്തയെ കൂടുതലായിട്ട് അനാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു വാർത്തയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിനെയാണ് സെൻസേഷണലിസം എന്ന് പറയുന്നത്. അത് അവോയ്ഡ് ചെയ്യുക, നമ്മളുടെ പ്രൈവസിയെ റെസ്പെക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നതാണ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളാണ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഏഴാമത്തെ പോയിന്റ് ആണ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡേഴ്സിന്റെ അറ്റൻഷൻസ് എല്ലാ സമയത്തും കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാർത്തകൾ എഴുതുക. അതായത് നല്ല രീതിയിലുള്ള ഹെഡ്ലൈൻസുകൾ, പ്രധാനപ്പെട്ട ലീഡ് പാരഗ്രാഫുകളൊക്കെ നല്ല രീതിയിൽ ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. അടുത്തത് ലീഗൽ കംപ്ലൈന്റ്സ് എന്നുള്ളതാണ്. ഒരു ഡിഫാമേഷൻസ് ഉണ്ട്. ഡിഫാമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകീർത്തി പരാമർശം എന്ന് പറയും. ഒരു വ്യക്തിയെ കുറിച്ച് ഇല്ലാത്തൊരു കാര്യം പറയുന്നതിനെയാണ് ഡിഫാമേഷൻസ് എന്ന് പറയുക. ആ ഡിഫാമേഷൻസിന് ഒരിക്കലും പത്രങ്ങൾ വരാൻ പാടില്ല. ഡിഫാമേഷൻ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഡിഫാമേഷനെ കുറിച്ച് പറയാം. ഒന്ന് ലൈബലാണ്, രണ്ടാമത്തെ സ്ലാൻഡർ ആണ്. ഈ ലൈബലും സ്ലാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റഡ് ആയിട്ട്, അതായത് ഒരു മാസികയിലോ ഒരു പബ്ലിക്കേഷനിൽ അച്ചടിച്ചു വന്നുകൊണ്ട് ഒരാളെ കുറിച്ച് ഇല്ലാത്തൊരു കാര്യം പറയുന്നതിനെയാണ് ലൈബൽ എന്ന് പറയുക. സ്ലാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളിലൂടെ ഒരു വ്യക്തിയെ കുറിച്ച് അപകീർത്തി പരാമർശം അല്ലെങ്കിൽ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിനെയാണ് സ്ലാൻഡർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഡിഫാമേഷൻസ് അതല്ലെങ്കിൽ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു വർക്ക്, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിന് സമ്മതമില്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഇതൊന്നും വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ വിഷ്വൽ അപ്പീൽ ഉണ്ടായിരിക്കണം. വിഷ്വൽ അപ്പീൽ 9th പോയിന്റ് ആണ്. അതായത് നല്ല അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻസുകൾ, സബ് ഹെഡിങ്സ്, നല്ല ഫോർമാറ്റിംഗ്, നല്ല ഇമേജുകൾ, ചാർട്ടുകൾ, ഇൻഫോഗ്രാഫ്സുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു പ്രിൻസിപ്പൾസ് ഓഫ് എഡിറ്റിംഗ് ഇൻ എ ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നത്. ഇനി അടുത്തതായിട്ട് എഡിറ്റിംഗ് പ്രോസസ് ഇൻ എ ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന ഭാഗമാണ്. ഒരു ന്യൂസ് പേപ്പറിന്റെ എഡിറ്റിംഗ് പ്രോസസ്സ് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്, ഉറപ്പ് നൽകുന്നത് ഒരു വാർത്ത അക്യുറേറ്റ് ആണ്, ക്ലിയർ ആണ്, കൺസൈസ് ആണ്, എൻഗേജിങ് ആണ്, ജേർണലിസത്തിന്റെ എത്തിക്സുകളെല്ലാം കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും പബ്ലിക്കേഷന്റെ സ്റ്റൈൽ ഗൈഡ് ലൈൻസുകളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് ഇത് ഒരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ആണ്, നിരവധി സ്റ്റെപ്പുകളിലൂടെ നടക്കുന്ന ഒരു പ്രോസസ് ആണ്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ഇനീഷ്യൽ റിവ്യൂ ഓഫ് കോപ്പി എന്നുള്ളതാണ്. ഇനീഷ്യൽ റിവ്യൂ ഓഫ് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ കയ്യിൽ കിട്ടുന്ന വാർത്ത, അതിനെയാണ് കോപ്പി എന്ന് പറയുന്നത്. അത് നമ്മൾ അതിന്റെ സ്റ്റോറി കണ്ടന്റുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, മനസ്സിലാക്കും. അതിന്റെ റെലവൻസ് എത്രത്തോളം ഉണ്ട്, അതിന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യും, അതിൽ എത്രത്തോളം ന്യൂസ് വർത്തിനെസ്, എത്രത്തോളം വാർത്താ പ്രാധാന്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. അതുപോലെ തന്നെ ആ വാർത്തയുടെ കോർ മെസ്സേജ് എന്താണ് ആ വാർത്ത പറയുന്നത് എന്നുള്ളതും മനസ്സിലാക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ആ സ്റ്റോറി എന്ത് ചെയ്യും, ഒരു ന്യൂസ് പേപ്പറിന്റെ എഡിറ്റോറിയൽ പോളിസിക്ക് അനുസൃതമാണോ എന്നുള്ളതും ഓഡിയൻസിന് താല്പര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും. ഇങ്ങനെ പരിശോധിക്കുന്ന സ്റ്റേജ് ആണ് ഇനീഷ്യൽ റിവ്യൂ ഓഫ് കോപ്പി എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പാണ് ഫാക്ട് ചെക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വാർത്ത ഡിഫറെന്റ്
സ്റ്റേജുകളിലായിട്ട് എന്ത് ചെയ്യും, അത് ക്രോസ് ചെക്ക് ചെയ്യും. അതിന്റെ ഫാക്റ്റുകൾ, നെയിമുകൾ, ഡേറ്റ്, സ്റ്റാറ്റിസ്റ്റിക്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ക്രെഡിബിൾ സോഴ്സുകളിൽ നിന്ന്, വിശ്വാസയോഗ്യമായിട്ടുള്ള ഉറവിടങ്ങളിൽ നിന്ന് നമ്മളത് പരിശോധിക്കുകയും ആ പരിശോധിക്കുന്ന സ്റ്റേജ് ആണ് ഫാക്ട് ചെക്കിംഗ് എന്ന് പറയുന്നത്. ഇതിലൂടെ എന്ത് ചെയ്യും, അക്യുറസി നമ്മൾ എന്ത് ചെയ്യും, ഉറപ്പുവരുത്തും. അതിന് മൂന്നാമതാണ് റിഫൈനിങ് കണ്ടന്റ് എന്ന് പറയുന്നത്. റിഫൈനിങ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാരിറ്റി അതിൽ ഉറപ്പുവരുത്തും, കോഹറൻസ്, കൺസിസ്റ്റൻസി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉറപ്പുവരുത്തും. അതുപോലെ തന്നെ ജാർഗൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കും. അതുപോലെ തന്നെ കോംപ്ലക്സ് ലാംഗ്വേജുകൾ ഉണ്ടെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്യും. അതുപോലെ തന്നെ ലോജിക്കലി ആയിട്ട് ഇതിനെ സ്റ്റോറിയെ എന്ത് ചെയ്യും, ഓർഗനൈസ് ചെയ്യും. അതായത് ലീഡ്, ബോഡി, കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഓർഗനൈസ് ചെയ്യും. അഥവാ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിലേക്ക് ആക്കും. ഓക്കെ. അതുപോലെ തന്നെ ഇറലവന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് അനാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ, വിവരങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യും. ആ സ്റ്റേജ് ആണ് എന്തെന്ന് പറയുന്നത്, റിഫൈനിങ് കണ്ടന്റ് എന്ന് പറയുന്നത്. ആൻഡ് നാലാമതാണ് എൻഷുറിങ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ബയാസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം അതിൽ നിന്ന് ഒഴിവാക്കും. ഒരു വ്യക്തിയെ നമ്മൾ പിന്തുണച്ചുകൊണ്ടാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളെല്ലാം ഒഴിവാക്കും. അങ്ങനെ അതിൽ ഒബ്ജക്റ്റിവിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തും. മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് വാർത്തകൾ തയ്യാറാക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തും. അഞ്ചാമത്തെ സ്റ്റെപ്പാണ് അഡെറിംഗ് ടു സ്റ്റൈൽ ഗൈഡ് എന്ന് പറയുന്നത്. സ്റ്റൈൽ ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രം അല്ലെങ്കിൽ ഒരു മാസിക, ഒരു പബ്ലിക്കേഷൻസ് അവർ ഫോളോ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അതാണ് സ്റ്റൈൽ ഗൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന സ്റ്റേജ് ആണ് അഡെറിംഗ് ടു സ്റ്റൈൽ ഗൈഡ് എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി ഇൻ ടോണ്, ഗ്രാമർ, ഫോർമാറ്റിംഗ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാതും ഒരുപോലെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യും. അബ്രിവേഷൻസ് കൊടുത്തിട്ടുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. പങ്ക്ച്വേഷൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഒരുപോലെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തും. അതായത് എൻറ്റയർ ന്യൂസിൽ മൊത്തമായിട്ട് പത്രങ്ങളിൽ എല്ലാ ഭാഗത്തും ഒരുപോലെയാണ് അബ്രിവേഷൻസും പങ്ക്ച്വേഷൻസും കുത്തും കോമയും ഡേറ്റും ഒക്കെ എഴുതിയിട്ടുള്ളത് ഒരുപോലെ തന്നെയാണ്, ഒരേ ഫോർമാറ്റിൽ തന്നെയാണ് എന്നുള്ളത് ഉറപ്പിക്കും. ആൻഡ് ആറാമത്തെ സ്റ്റേജ് ആണ് റൈറ്റിംഗ് ഹെഡ്ലൈൻസ് ആൻഡ് സബ് ഹെഡിങ്സ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന രീതിയിൽ ക്യൂറേറ്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻസുകൾ എന്ത് ചെയ്യും, എഴുതുക. അതുപോലെ തന്നെ ഒരു സ്റ്റോറിയെ സമ്മറൈസ് ചെയ്തുകൊണ്ട് ഫ്യൂ വേർഡ്സിലായിരിക്കണം ആ ഹെഡ്ലൈൻസുകൾ തയ്യാറാക്കേണ്ടത്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം, സബ് ഹെഡിങ്സുകൾ തയ്യാറാക്കേണ്ടത്. അതിന്റെ കീ പോയിന്റുകൾ ആഡ് ചെയ്തുകൊണ്ട് സബ് ഹെഡ്ലൈൻസുകൾ തയ്യാറാക്കണം. സെവൻത്ത് സ്റ്റെപ്പാണ് എത്തിക്കൽ ആൻഡ് ലീഗൽ റിവ്യൂ എന്ന് പറയുന്നത്. അതായത് ലീഗൽ ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള ധാർമ്മികപരമായിട്ടുള്ള വയലേഷൻസ് നടന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തും. അതായത് ഡിഫാമേഷൻസ് ഇല്ല, പ്രൈവസി എന്ത് ചെയ്യുന്നില്ല, അത് ഇല്ലാതാക്കപ്പെടുന്നില്ല എന്നുള്ളതും, കോപ്പിറൈറ്റുകൾ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പുവരുത്തും. അതാണ് എത്തിക്കൽ ആൻഡ് ലീഗൽ റിവ്യൂ എന്ന് പറയുന്നത്. എട്ടാമത്തെ സ്റ്റേജ് ആണ് ഫൈനൽ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. അവസാനത്തതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പ്രൂഫ് റീഡ് ചെയ്യും. അതായത് എറർ ഫ്രീ ആണ് എന്നുള്ളത്, കണ്ടന്റുകളെല്ലാം അതിൽ തെറ്റുകളില്ല എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സുകൾ, പങ്ക്ച്വേഷൻസ്, ടൈപ്പോഗ്രാഫിക്കൽ എറേഴ്സുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് അവസാനമായിട്ട് നമ്മൾ പരിശോധിക്കും. ആ സ്റ്റേജ് ആണ് ഫൈനൽ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. അടുത്തത് നയൻത്ത് സ്റ്റേജ് ആണ് ലേഔട്ട് ആൻഡ് ഡിസൈൻ ഇന്റഗ്രേഷൻസ് എന്ന് പറയുന്നത്. സ്റ്റോറി എന്ത് ചെയ്യും, നമ്മൾ പ്രിന്റിന് വേണ്ടിയിട്ട്, ഡിജിറ്റൽ പബ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യും, അത് കൃത്യമായിട്ട് ലേഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യും. ആർട്ടിക്കിൾസ് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ചെയ്തിട്ടുള്ള വാർത്ത അത് നമുക്ക് നൽകിയിട്ടുള്ള ഭാഗത്ത് കൃത്യമായിട്ട് അത് പ്ലേസ് ചെയ്യും. അതിൽ ഇമേജുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കും. പ്രോപ്പർ ആയിട്ടുള്ള ഫോർമാറ്റിംഗ് ഉണ്ടാവും. സ്പേസുകൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അലൈൻമെന്റ് കൃത്യമായിട്ട് ചെയ്യും. ഇങ്ങനെയുള്ള സ്റ്റെപ്പാണ് ലേഔട്ട് ആൻഡ് ഡിസൈൻ എന്ന് പറയുന്നത്. ആൻഡ് പത്താമത്തെ സ്റ്റെപ്പാണ് ഫൈനൽ അപ്രൂവൽ എന്ന് പറയുന്നത്. അതായത് റീഡ്നെസ് ഉണ്ട് എന്നുള്ളത്, അതായത് പബ്ലിക്കേഷൻസിലൂടെ ഇത് കൃത്യമായിട്ട് വായിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തിക്കൊണ്ട് എഡിറ്റേഴ്സോ അല്ലെങ്കിൽ സീനിയർ എഡിറ്റേഴ്സോ ഫൈനൽ വെർഷൻസ് നോക്കിക്കൊണ്ട് അതെന്ത് ചെയ്യും, നമ്മൾ പബ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി നൽകും. അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മിസ്റ്റേക്കുകൾ തിരുത്തും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഒരു ന്യൂസ് പേപ്പറിലെ എഡിറ്റിംഗ് പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റൈൽ ബുക്ക് ഇൻ എ ന്യൂസ് പേപ്പർ എന്നുള്ളതാണ്. സ്റ്റൈൽ ബുക്ക് ഇൻ എ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പർ, ആ ന്യൂസ് പേപ്പറിൽ വാർത്തകൾ എഴുതുന്ന രീതി ഉണ്ടായിരിക്കും, അത് എഡിറ്റ് ചെയ്യുന്ന രീതി ഉണ്ടായിരിക്കും, അതിന് ഫോർമാറ്റ് ചെയ്യുന്ന രീതി ഉണ്ടായിരിക്കും.
അതിനു വേണ്ടിയിട്ട് ഒരു വാർത്തയുടെ അക്യുറസിയും ക്ലാരിറ്റിയും കൺസിസ്റ്റൻസിയും ഒക്കെ ഒരുപോലെ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് സ്റ്റൈൽ ബുക്കുകൾ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ന്യൂസ് പേപ്പർ, ആ ന്യൂസ് പേപ്പറിന് എഴുതുന്ന രീതി, എഡിറ്റ് ചെയ്യുന്ന രീതി, അത് ഡിസൈൻ ചെയ്യുന്ന ഫോർമാറ്റ് ചെയ്യുന്ന രീതി, ആ രീതിയിലോട്ട് ഒരു വാർത്തയുടെ അക്യുറസി, കൃത്യത, ക്ലാരിറ്റി, കൺസിസ്റ്റൻസി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപോലെ ഉറപ്പുവരുത്തുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് സ്റ്റൈൽ ബുക്കുകൾ എന്ന് വിളിക്കാറുള്ളത്. പല ന്യൂസ് പേപ്പേഴ്സും അവർക്ക് സ്വന്തമായിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ അല്ലെങ്കിൽ സ്റ്റൈൽ ബുക്കുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതില്ലാത്ത ന്യൂസ് പേപ്പേഴ്സ് കൂടുതലായിട്ടും ഫോളോ ചെയ്യുന്നത് AP സ്റ്റൈൽ ബുക്ക് അല്ലെങ്കിൽ അസോസിയേറ്റഡ് പ്രസ് സ്റ്റൈൽ ബുക്ക് എന്നുള്ളതാണ്. AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂസ് ഏജൻസി കൂടിയാണ്. ഇനി ഒരു സ്റ്റൈൽ ബുക്കിൽ പ്രധാനമായിട്ടും ഒരു ന്യൂസ് പേപ്പറിന് വേണ്ടിയുള്ള ഡയറക്ഷൻസ് ആണ് നൽകാറുള്ളത്. അതായത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഏറ്റവും വൃത്തി അല്ലെങ്കിൽ നല്ലത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കോമ്പോണൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തെ ലാംഗ്വേജ് ആൻഡ് ഗ്രാമർ റൂൾസ് ആണ്. അതായത് സെന്റൻസിന്റെ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് വേണ്ടത്, ആക്റ്റീവ് പാസീവ് വോയിസുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള പ്രിഫറൻസുകൾ എങ്ങനെയാണ് നൽകേണ്ടത് എന്നുള്ളതാണ് ലാംഗ്വേജ് ആൻഡ് ഗ്രാമർ റൂൾസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് പങ്ക്ച്വേഷൻസ് ആൻഡ് ക്യാപിറ്റലൈസേഷൻസ് എന്നുള്ളതാണ്. എങ്ങനെയാണ് കോമ നൽകേണ്ടത്, സെമി കോളംസ് എവിടെയാണ് നൽകേണ്ടത്, ഡാഷസ്, കൊട്ടേഷൻ മാർക്കുകൾ എങ്ങനെയാണ്, ക്യാപിറ്റലൈസേഷൻസ് എവിടെയൊക്കെയാണ് നൽകേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയാണ് പങ്ക്ച്വേഷൻസ് ആൻഡ് ക്യാപിറ്റലൈസേഷൻസ് എന്ന് പറയുന്നത്. അടുത്ത ഫോർമാറ്റിംഗ് ആൻഡ് ലേഔട്ട് എന്നുള്ളതാണ്. അതായത് ഹെഡ്ലൈൻസ്, സബ് ഹെഡിങ്സ്, ക്യാപ്ഷൻസ്, ബൈലൈൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഫോർമാറ്റിംഗ് ആൻഡ് ലേഔട്ട് എന്ന് പറയുന്നത്. അത് അടുത്തതായിട്ട് നാലാമത്തെ അബ്രിവേഷൻസ് ആൻഡ് അക്രോണിംസ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അബ്രിവേഷൻസ് എങ്ങനെയാണ് നൽകേണ്ടത്. ഇപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഷോർട്ടാണ് RBI എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ലീഡിൽ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാക്കറ്റിൽ RBI എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി, RBI എന്ന് എഴുതിയാൽ മതി. അപ്പൊ അതിനുള്ള കാര്യമാണ് അബ്രിവേഷൻസ് ആൻഡ് അക്രോണിംസ് എന്ന് പറയുന്നത്. ആൻഡ് ഫിഫ്ത്ത് ആണ് നമ്പേഴ്സ് ആൻഡ് ഡേറ്റ്സ് എന്ന് പറയുന്നത്. നമ്പേഴ്സ്, ഡേറ്റുകൾ, ടൈം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നൽകേണ്ടത് എന്നുള്ളത് നോക്കണം. അതായത് ഒരേ ഫോർമാറ്റ് ആയിരിക്കണം നമ്മൾ കൃത്യമായിട്ട് നൽകേണ്ടത്. ഉദാഹരണത്തിന് 12th August 2024 എന്നുള്ളതിന് പകരമായിട്ട് August 12th 2024 എന്നുള്ള രീതിയിലൊക്കെ മാറ്റുക. അവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അതിന് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥിരത കൈവരിക്കാൻ വേണ്ടി സാധിക്കും. അടുത്ത നെയിംസ് ആൻഡ് ടൈറ്റിൽസ് എന്നുള്ളതാണ്. അപ്പൊ കറക്റ്റ് നെയിംസുകളും ഡെസിഗ്നേഷൻസും നമ്മൾ നോക്കണം. അതായത് ഉദാഹരണത്തിന് മുംബൈ എന്നുള്ളതാണ്, ബോംബെ എന്നുള്ളതല്ല. ബംഗളൂരു എന്നുള്ളതാണ്, ബാംഗ്ലൂർ എന്നുള്ളതല്ല. അപ്പൊ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള പേരുകൾ, ഡെസിഗ്നേഷൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ, അതായത് എന്താണ് പദവി, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക. അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, എഴുതുക. ഇപ്പോ ഫസ്റ്റ് നെയിം എന്താണ്, സെക്കൻഡ് നെയിം എന്താണെന്നുള്ളത് എഴുതുക. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പൊസിഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതുക. അതൊക്കെയാണ് നെയിംസ് ആൻഡ് ടൈറ്റിൽസ് എന്ന് പറയുന്നത്. അടുത്തത് 7th ആണ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയാസഡ് അല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം, സ്റ്റീരിയോ ടൈപ്പിംഗ് ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം. അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്രീഡ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ആളുകൾ അവരെയൊന്നും മുൻധാരണകൾ വെച്ചുകൊണ്ട് വാർത്തകൾ തയ്യാറാക്കരുത് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പിക്കുക. ഒഫൻസീവ് ആയിട്ടുള്ള ലാംഗ്വേജുകൾ അല്ലെങ്കിൽ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള ലാംഗ്വേജുകൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളും ഉറപ്പുവരുത്തണം. അതാണ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. 8ാമത്താണ് ലീഗൽ കൺസിഡറേഷൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫാമേഷൻസ് ഇല്ല, കോപ്പിറൈറ്റിന്റെ വയലേഷൻസ് ഇല്ല, ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പിക്കണം. ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഒരു സ്റ്റൈൽ ബുക്കിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കോമ്പോണൻസ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സ്റ്റൈൽ ഷീറ്റ് ആണ്. സ്റ്റൈൽ ഷീറ്റ് ഇൻ എ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അതായത് സ്റ്റൈൽ ഷീറ്റ് ഇൻ എ ന്യൂസ് പേപ്പർ ഈസ് കൺസൈസ് സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ദാറ്റ് എൻഷുർ കൺസിസ്റ്റൻസി ഇൻ ദ ഫോർമാറ്റിംഗ്, ഡിസൈൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് റിട്ടൺ ആൻഡ് വിഷ്വൽ കണ്ടന്റ്. അതായത് എഴുതിയിട്ടുള്ളതോ അല്ലെങ്കിൽ വിഷ്വൽ, അതായത് നമ്മൾ കാണുന്നതായിട്ടുള്ള കണ്ടന്റുകൾക്ക് അതിന്റെ ഡിസൈൻ, അതിന്റെ ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ അതിന്റെ പ്രസന്റേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വരുന്ന കൺസൈസ് ആയിട്ടുള്ള വളരെ ഷോർട്ട് ആയിട്ടുള്ള ഗൈഡ് ലൈൻസിനെയാണ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. അതായത് സ്റ്റൈൽ ബുക്ക് എന്ന് പറയുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും, പക്ഷേ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത് കൺസൈസ് ആയിരിക്കും. അതായത് പെട്ടെന്ന് ക്വിക്ക് റെഫറൻസിന് വേണ്ടിയിട്ട്, പെട്ടെന്ന് നമുക്ക് എടുത്തു നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കൺസൈസ്, വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒന്നായിരിക്കും എന്തെന്ന് പറയുന്നത് സ്റ്റൈൽ ഷീറ്റുകൾ എന്ന് പറയുന്നത്. അത് സ്പെസിഫിക് എഡിഷൻസ് അല്ലെങ്കിൽ സെക്ഷൻ അല്ലെങ്കിൽ പേജ് അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പൊ ഫ്രണ്ട് പേജിന് വേണ്ടിയിട്ട് സ്റ്റൈൽ ഷീറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്പോർട്സ് പേജിന് വേണ്ടിയിട്ട് ഒരു സ്റ്റൈൽ ഷീറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയസിന് മാത്രമായിരിക്കും സ്റ്റൈൽ ഷീറ്റുകൾ ഉണ്ടായിരിക്കുക. ഇതിന്റെ പർപ്പസ്
പർപ്പസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കൺസിസ്റ്റൻസി, അതായത് ഡിസൈനിൽ യൂണിഫോമിറ്റി കൊണ്ടുവരിക, ലേഔട്ട് ഒക്കെ എല്ലാ സെക്ഷനിലും ഒരുപോലെ ആക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ എഫിഷ്യൻസിയാണ്, അതായത് എഡിറ്റിങ്ങിന്റെ പ്രോസസ്സുകൾ വളരെ സ്പീഡപ്പ് ആക്കുക എന്നുള്ളതാണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എല്ലാ ബ്രാൻഡാക്കി മാറ്റുക, അതായത് എപ്പോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപോലെ ഫീൽ ചെയ്യണം. അപ്പൊ മലയാള മനോരമ എന്ന് പറയുന്ന പത്രം നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവും. അതായത് ഒരു വാർത്തകൾ എഴുതുന്ന രീതി, അല്ലെങ്കിൽ എല്ലാ സമയത്തും ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അതിന് റൂട്ട് മാപ്പുകൾ ഏറ്റവും കൂടുതലായിട്ട് നൽകുന്ന ഒന്നാണ്, ഈ ടൈം ലൈനുകളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നൽകുന്ന ഒരു ന്യൂസ് പേപ്പറാണ് മലയാള മനോരമ എന്ന് പറയുന്നത്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഏതാണെന്നുള്ളത്. ഒരു ന്യൂസ് പേപ്പറിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ടൈം ലൈന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ഏതാണ് മലയാള മനോരമ ന്യൂസ് പേപ്പറാണ് എന്നുള്ളത്. അതാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അടുത്തത് കീ എലമെന്റ്സ് ഓഫ് സ്റ്റൈൽ ഷീറ്റ് ആണ്. ഒരു സ്റ്റൈൽ ഷീറ്റിൽ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ള കീ എലമെന്റ്സുകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ ടൈപ്പോഗ്രഫിയാണ്. ഫോണ്ടിന്റെ സൈസുകൾ എങ്ങനെയായിരിക്കണം, ഹെഡ്ലൈൻസ്, സബ് ഹെഡിങ്സ്, ബോഡി ടെക്സ്റ്റുകൾ, ക്യാപ്ഷൻസ്, ബൈലൈൻസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഏതൊക്കെ ഫോണ്ടുകളാണ് ഉപയോഗിക്കേണ്ടത്, അത് ഏത് സൈസാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. രണ്ടാമത്തത് ലേഔട്ട് ആൻഡ് ഡിസൈൻ എന്നുള്ളതാണ്. ലേഔട്ട് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളത്തിന്റെ വിഡ്ത്ത് എത്രയാണ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ മാർജിന്റെ അലൈൻമെന്റുകൾ എത്രത്തോളമാണ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ലേഔട്ട് ആൻഡ് ഡിസൈനിൽ വരിക. അടുത്ത ഫോർമാറ്റിംഗ് റൂൾസ് ആണ്, അതായത് പാരഗ്രാഫിലെ ഇന്റൻഷൻസ്, അതായത് ഇന്റൻഷൻ അല്ല ഇൻഡന്റേഷൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരഗ്രാഫ് എപ്പോഴാണ് അടുത്ത പാരഗ്രാഫിലോട്ട് മാറേണ്ടത്, എങ്ങനെയാണ് കോട്ടുകൾ, ഡയറക്റ്റ് കോട്ടുകൾ അല്ലെങ്കിൽ ബ്ലോക്ക് കോട്ടുകൾ, ആട്രിബ്യൂഷൻസ് എങ്ങനെയാണ് നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഫോർമാറ്റിംഗ് റൂൾസ് എന്ന് പറയുന്നത്. വിഷ്വൽ എലമെന്റുകൾ, അതായത് ഇമേജിന്റെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ എത്ര ക്ലാരിറ്റിയിലാണ് എത്ര വലുപ്പത്തിലാണ് ഇമേജുകൾ നൽകേണ്ടത്, ഇൻഫോഗ്രാഫ്സുകൾ, ചാർട്ടുകൾ എങ്ങനെയാണ് നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് വിഷ്വൽ എലമെന്റ്സുകൾ എന്ന് പറയുന്നത്. കളർ പാലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെഡ്ലൈൻസിന് ബോർഡർ കൊടുക്കും, ഗ്രാഫിക്സുകൾ, ബാക്ക്ഗ്രൗണ്ട് എലിമെന്റ്സ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഏതൊക്കെ രീതിയിലാണ് കളറുകൾ ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് കളർ പാലറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റൈൽ ഷീറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കീ എലമെന്റ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. നോട്ടുകൾ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 4th മൊഡ്യൂളിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.